എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു എയർ ഫ്രഷ്നർ തയ്യാറാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിനുള്ളിൽ എപ്പോഴും നല്ല സുഗന്ധം പരത്താൻ, നല്ല നറുമണത്തോടു കൂടി ഇരിക്കാൻ വേണ്ടി നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി എയർ ഫ്രഷ്നറിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 10 ഗ്രാമ്പുമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 വലിയ പീസ് കറുകപ്പട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് സ്റ്റൗവിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഒരു 5 മിനിറ്റ് തിളയ്ക്കുമ്പോഴേക്ക് ഇതിൻ്റെ ആ ഒരു ഗുണങ്ങളൊക്കെ നമ്മുടെ വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടും, പട്ടയുടെയും ഗ്രാമ്പൂവിൻ്റെയൊക്കെ. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് കുറച്ച് കംഫർട്ടാണ് ഞാൻ എടുക്കുന്നത്. എല്ലാവരുടെ വീടുകളിലൊക്കെ ഉണ്ടാവും കംഫർട്ട്. നമുക്കിഷ്ടമുള്ള സ്മെല്ലൊക്കെ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് എടുക്കാം കേട്ടോ. അതെടുക്കുക. അത് ഒരു 1/4 മൂടിയോളം എടുത്തിട്ടുണ്ട്. ആ അളവിൽ തന്നെ ഞാനൊരു 1/4 മൂടി വിനാഗിരിയും കൂടെ ഈ കംഫർട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് നേരത്തെ നമ്മൾ തിളപ്പിച്ച് ആറ്റി വെച്ചിട്ടുള്ള ആ ഒരു കറുവപ്പട്ടയുടെയും ഗ്രാമ്പൂവിൻ്റെയും വെള്ളം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. നമ്മുടെ എയർ ഫ്രഷ്നർ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. വെറും 5 മിനിറ്റ് മതി നമുക്ക് ഇതൊന്ന് റെഡിയായി കിട്ടാനായിട്ട്. നമ്മൾ പുറത്തൊന്ന് പൈസ കൊടുത്തിട്ട് കെമിക്കലൊക്കെ ചേർന്നിട്ടുള്ള എയർ ഫ്രഷ്നറൊന്നും വാങ്ങി നമ്മൾ പൈസയൊന്നും കളയണ്ട. ഇതുപോലെ നമുക്ക് വീട്ടിൽ നമ്മുടെ കിച്ചണിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു എയർ ഫ്രഷ്നറാണ് കേട്ടോ. വീടിനുള്ളിൽ എവിടെ വേണമെങ്കിലും നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. യാതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ ഈച്ചയുടെയും പ്രാണിയുടെയും ഒക്കെ ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. വീട് മുഴുവൻ നല്ലൊരു സുഗന്ധമായിരിക്കും കേട്ടോ. നമ്മുടെ കർട്ടനിൽ, അതുപോലെ ബെഡ്റൂമിൽ എവിടെ വേണമെങ്കിലും നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഡൈനിങ് ടേബിളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ തുടച്ച് വിടുകയാണെങ്കിൽ ഈച്ചയുടെയും പ്രാണിയുടെയും അതുപോലെ കൊതുകിൻ്റെ ഒന്നും ശല്യം ഇല്ലാണ്ടിരിക്കും കേട്ടോ. അവിടെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ തുടച്ച് വിടാവുന്നതാണ്. കിച്ചണിലും നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നല്ലൊരു സ്മെല്ലായിരിക്കും. നമ്മുടെ വീട്ടിലോട്ടൊക്കെ പെട്ടെന്നൊരു വിരുന്നാരൊക്കെ വരുമ്പോൾ നമുക്കിതെടുത്തൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ വീട് മുഴുവൻ നല്ലൊരു സുഗന്ധമായിരിക്കും. അതുപോലെ തന്നെ ബാത്റൂമിലും നമ്മുടെ വാഷ് ബേസിനിൽ, കിച്ചൺ സിങ്കിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ലൊരു അടിപൊളി എയർ ഫ്രഷ്നറാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.